ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലുള്ള ചിക്കൻ പ്രേമികൾക്ക് ചിക്കൻ കഴിപ്പിച്ച് മടുപ്പിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ 4 കിലോ ചിക്കൻ മേടിച്ച് വന്നതാണ് കേട്ടോ. ഇവർക്ക് എപ്പോൾ നോക്കിയാലും ചിക്കൻ, വീട്ടിൽ വേറെ ഒന്നും കറി വെക്കാൻ സമ്മതിക്കില്ല. എപ്പോഴും നോക്കിയാലും ചിക്കൻ 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 മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു ആക്രാന്തം അങ്ങോട്ട് തീർത്ത് കളയാന്ന് വെച്ചിട്ട് 4 കിലോ ചിക്കന് കൊണ്ടുവന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈ കഴിക്കാതെ കുറേ ആയില്ലേ, ഇപ്പം നമുക്ക് എവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ വെറൈറ്റി ചിക്കൻ്റെ ഇടയിൽ ഈ ഫ്രൈ പാവം മാറി നിൽക്കുകയാണ്. അപ്പം നമ്മളിന്ന് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും സ്പെഷ്യൽ കബാബ് പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ. കബാബ് പൗഡറിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം ഇതിവിടെയോ ഒരു കുടുംബശ്രീയിൽ ഉണ്ടാക്കണ കബാബ് പൗഡറാണ്. പക്ഷേ അതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എനിക്കിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാനിത് കുറച്ച് ഉപ്പ് ചേർത്തത് കുറച്ച് കൂടിപ്പോയി. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് എരിവ് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എരിവിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ എരിവ് മുളക് പൊടിയും ചേർത്തു. പിന്നെ കുറച്ച് 2 മുട്ടയും പിന്നെ കുറച്ച് ലെമണും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടൊരു 1.5 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. ആ കബാബ് പൗഡറിൽ തന്നെ എല്ലാ സാധനങ്ങളും മിക്സഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വന്നിട്ട് മാറി വെച്ചിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചു. പക്ഷെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, എടാ ഒരു കറിൻ്റെ ചിക്കൻ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. ഇങ്ങനത്തെ സ്വഭാവമുള്ള ഉമ്മമാർ നിങ്ങളോട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇത് ഒരു തുള്ളി പോലും മാറ്റി വെക്കില്ല, ഒക്കെ നമ്മളിന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവാണെന്നാണ് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞത് ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഇതിൽ ഒഴിഞ്ഞതൊക്കെ നമ്മളെ നാളത്തേക്ക് വെക്കാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ തിന്ന് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഒരു കഷ്ണം പോലും അത് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. കാരണം നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പൊക്കെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ടിക്ക അൽഫാമിലേക്കൊക്കെ മാറിയത് കൊണ്ട് ചിക്കൻ ഫ്രൈ കിട്ടാൻ തന്നെ ഭയങ്കര ഒരു പാടാണ്. അപ്പോൾ ഇതിന് ഹോട്ടലിലൊക്കെ കഴിക്കുകയാണെങ്കിലും അത് നല്ലോണം തണുത്ത് ഒരു ചൂടില്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാനുള്ള, പക്ഷേ ഹാർഡായിട്ട് നല്ലോണം വെന്ത് ഫ്രൈ ആയിട്ട് ഹാർഡായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊരു കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് മയോണൈസാണ് കേട്ടോ. മയോണൈസിൻ്റെ സ്പെഷ്യലിസ്റ്റ് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവളുണ്ടാക്കി. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ആദ്യം തന്നെ നമ്മൾ ലെഗ് പീസാണ് കേട്ടോ ഫ്രൈ ചെയ്തത്. 2 കോഴിയാണുള്ളത് കൊണ്ട് തന്നെ 4 ലെഗ് പീസാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലെഗ് പീസിന് എന്തായാലും തല്ലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ 4 ലെഗ് പീസിന് ആദ്യം അങ്ങോട്ട് മുക്കിയിട്ടു. അപ്പോൾ കാണാൻ തന്നെ നല്ല മുഞ്ചല്ലേ, നല്ല ലെഗൊക്കെ നല്ല തൊടുത്ത് നിൽക്കണം. അപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ലെഗ് പീസൊക്കെ കത്തി ഇത് കണ്ടില്ലേ, നാളെ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഉറക്കം ഒഴിഞ്ഞിങ്ങനെ കാത്തുക്കാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളാണ് കേട്ടോ, ചിക്കൻ്റെ സ്പെഷ്യൽ ആളാണ്. അപ്പോൾ അങ്ങനെ അവൾ രാത്രി 1:30 മണി വരെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്, നാളെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഉറങ്ങാതെ സമ്മതിക്കൂലായിരുന്നു എന്ന്, പിന്നെ എന്നോട് പറയാതെ തന്നെ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കൂലായിരുന്നു എന്നൊക്കെ അതിൻ്റെ ഇടയിലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുബൂസ് ചുട്ടെടുത്തു ഗൈസ്. അങ്ങനെ അവളും അതിലേക്ക് കൂടിയിട്ട്, അവൾക്ക് കിച്ചണിൽ ഓരോന്ന് പണി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വേണ്ടിയതൊക്കെ അവൾ ഫുഡ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി ടാങ്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമുക്ക് 7up അതൊന്നും കൊണ്ടുവരാനും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് സലാഡ്, ടാങ്ക്, പിന്നെ കുബൂസ്, ചിക്കൻ ഫ്രൈ, മയോണൈസ്. അങ്ങനെ നമ്മൾ രാത്രി പുറത്താണ് കേട്ടോ കഴിച്ചത്. സ്ലാബിൻ്റെ മുകളിൽ പായിട്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല രസമുണ്ടായ ഒരു ചേസ് അടിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.